ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാങ്ങ ചെത്തി കഴിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇത് പഴുത്ത മാങ്ങ, നീല മാങ്ങ. അപ്പോൾ മാങ്ങയുടെ സീസണല്ലോ, മാങ്ങ ഇടുന്ന സമയം. അപ്പം ഇതിനെന്താണ്ട് 1.5 കിലോ 100 മാങ്ങ ഉണ്ട്. അതിൻ്റെ വില നീലം എന്നാണ് അതിൻ്റെ പേര്, മാങ്ങയുടെ പേര്. അപ്പോൾ അത് നമ്മൾ ചെത്തി കഴിക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ചിലയിടത്ത് നമ്മൾ തൊലി ചെത്തിയിട്ടാണ് കഴിക്കുന്നത്. ചെറിയ ചെത്തി എടുത്തിട്ട് തൊലി, ചില തൊലി കഴിക്കും, ചിലർ തൊലി ചെത്തിയിട്ട് കഴിക്കും. നമ്മൾ തൊലി ചെത്തിയിട്ടാണ്. തൊലി ചെറിയ ഒരു കയ്പ്പ് കാണുമല്ലോ. ചില മാങ്ങയുടെ തൊലി കഴിക്കും, ചില മാങ്ങയുടെ തൊലിക്ക് ചെറിയൊരു കയ്പ്പുണ്ടാകും. തൊലിയോട് ചെത്താം, എന്നിട്ട് പിന്നെ അതിനകത്തുനിന്ന് ഇങ്ങനെ കഴിച്ചാലും മതി. നമ്മൾ സാധാരണ ഇവിടെ തൊലി ചെത്തിയാണ് കഴിച്ചത്. തൊലി ചെത്താതെ കഴിക്കാറുണ്ട്. നമ്മളിന്ന് തൊലി ചെത്തി കഴിക്കുന്നത്. നമ്മൾ ഇച്ചിരി കട്ടിയാട്ടോ തൊലി ചെത്താൻ. സൂക്ഷിച്ച് ചെത്തിയില്ലെങ്കിൽ അതിൻ്റെ തൊലി ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അത് വാങ്ങിക്കാറുണ്ട് ഇവിടെ. അത് നമുക്ക് കഴിഞ്ഞിട്ട് ഓരോ മാങ്ങയ്ക്ക് ഓരോ ടേസ്റ്റ്. എല്ലാ മാങ്ങയ്ക്കും ഒരേ ടേസ്റ്റ് അല്ലല്ലോ. ഓരോ മാങ്ങയ്ക്കും ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇത് നീലം എന്ന് പറഞ്ഞ മാങ്ങ. നമ്മൾ ഒരു സൈഡ് തൊലി ചെത്തി നമ്മളത് മുറിക്കുകയാണ്. മുറിച്ച് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, പ്ലേറ്റിലോട്ട് മാറ്റും. ഒരു കുഞ്ഞു മുറ എടുത്തിട്ടുണ്ട്, അതാണ് തൊലി എത്തിയിടുന്നത്. നമ്മൾ ആ തൊലി എത്തി ഭാഗം മുറിച്ച് വെച്ചു. ബാക്കി നമ്മൾ തൊലി എത്തിക്കൊണ്ടിരിക്കുക. ഇച്ചിരി പാടാട്ടോ തൊലി. ചിലപ്പം തൊലി ചെത്തുമ്പോൾ ഇച്ചിരി മാങ്ങയും കൂടെ അതിൻ്റെ കൂടെ പോകും. നമ്മൾ നോക്കി ചെത്തിയില്ലെങ്കിൽ നമ്മൾ കൂട്ടിച്ചെത്തി കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയും കൊടുക്കും. നമ്മൾ തീരെ നൈസായിട്ട് വേണം അതിൻ്റെ തൊലി ചെത്താൻ വേണ്ടി. പഴുത്ത ചില സൈഡ് നല്ലോണം പഴുത്തും, ചിലയിടത്ത് കുറച്ചും കൂടെ പഴുപ്പാവാനുണ്ട്. മാങ്ങ ചെത്തുമ്പോൾ വായിക്കത്ത് വെള്ളം വരുന്നത് അതാണല്ലോ. ചില സാധനം നമ്മളിങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കും, നമുക്ക് വായി വെള്ളം പുറത്തില്ലേ. അപ്പോൾ പറഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി തൊലി ചെത്താം. ചിലപ്പം തൊലി നല്ല അടിപൊളിയായിട്ട് പോകും, ചിലപ്പം നമ്മൾ തൊലി ചെത്താൻ ശരിയാകും. ആയുധം വെച്ചുള്ള കളി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം സൂക്ഷിച്ചൊക്കെ ചെയ്യുക. കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകും, മാറും. ചിലത്തെ തൊലി വരാൻ ഭയങ്കര പാടായിട്ട് വരുന്നില്ല. തൊലി നമ്മൾ ചെത്തിയെടുത്തത് നമുക്ക് മാറ്റി വെക്കാം. ഇതേ എല്ലായിടും ഒരേപോലെയല്ല. ചിലയിടത്ത് പഴുപ്പ് കൂടുതലും ചിലയിടത്ത് കുറവായതുകൊണ്ട് ഇതുണ്ടല്ലേ, ചെത്താതെ തന്നെ കളയും തൊലി. ഇപ്പം കുറച്ച് കൂടുതൽ പഴുത്ത ഭാഗമായിരുന്നു. നമുക്ക് അങ്ങനെ ഇതിനകത്തിൽ മാങ്ങയെല്ലാം ചെത്തി എടുക്കാം. കൈമൊത്തമാകും കേട്ടോ, കൈ ഫുള്ള് ആവും, ബളബളാന്നാവും. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് മാങ്ങ കഴിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഒക്കെ അങ്ങനെയൊക്കെയാണ്. മാങ്ങയൊക്കെ ചെത്തുന്ന കൈകളൊക്കെ ആവും, നോക്കിയിട്ട് കാര്യമില്ല. കഴിയുമ്പോൾ ആകും. നമ്മൾ മാക്സിമം മാങ്ങ അതിനകത്തുനിന്ന് എടുക്കാം. ഇതതിൻ്റെ മങ്ങാടി ഇങ്ങനെ കഴിക്കാം. പുളിയൊന്നും പറയില്ല, മധുരം തന്നെയാണ്. പിന്നെ ചെറിയ പുളിയുണ്ട് മാങ്ങയുടെ, അത് അവിടെ മാങ്ങയ്ക്ക് പുളി കാര്യങ്ങളൊന്നുമില്ല. കയ്യിലെല്ലാം ആയി. ഇതുണ്ടല്ലേ, മാങ്ങയുടെ വൃത്തിയൊക്കെ എടുത്തിട്ടുണ്ട്. ചത്തിലായി എല്ലാം കഴിയണം. ഇത് നമ്മൾ ചെത്താത്താണ്. ചെത്താതെ തന്നെ നമ്മൾ ചെത്തിക്കൊണ്ടെന്ന് പറഞ്ഞു തന്നെ നമുക്കിങ്ങനെ കഴിക്കാം. അത് ഞാൻ പറഞ്ഞു, തൊലി കളയാൻ കഴിക്കാം. ചില ഈ തൊലിയോടെ തന്നെ നമുക്ക് ചേർക്കും. അങ്ങനെ ഇറക്കുമ്പോൾ തൊലിക്ക് കയ്പ്പാണ്. ചില മാങ്ങയ്ക്കില്ല കേട്ടോ, ചില മാങ്ങ കയ്പ്പാണ്. എൻ്റെ തൊലി കയ്പ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ തൊലി ചെത്തി കഴിക്കാം. നമ്മൾ തൊലിയിൽ എല്ലാം കഴിച്ചിട്ട് ഇനി കൈ കഴുകണം. ഇത്രയും വേണം മാവ് ചെത്തിയത്. നമുക്കിത് ഒരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കാം. ചെറിയ കഷ്ണം എടുക്കുക അല്ലേ. ഇവിടെ കേട്ടോ, പുളിന്നില്ല, നീലം. അത് ഈ മാങ്ങയുടെ എന്താ പറയുന്നത്, ഒരു വെറൈറ്റി ഉണ്ടല്ലോ, അതിൻ്റെ പേര് നീല മാങ്ങ. നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന നീല മാങ്ങ. പിന്നെ മൽഗോവയുണ്ട്, അങ്ങനെ നീല മാങ്ങ നല്ല മാങ്ങ.
അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്കിത് തൊലി കൊണ്ട് കളഞ്ഞ് കൈ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ.